ചെങ്ങായിമാരെ നമ്മൾ ഒട്ടാം ഗോപാലാട്ടൻ ഉണ്ടല്ലോ പുതിയ തള്ളുമായിട്ട് പുറത്തിറങ്ങിയിട്ടാ. ഒട്ടാം ഗോപാലട്ടൻ വായി തുറന്നാല് പച്ച വർഗീതം മാത്രമേ പറയുന്ന എല്ലാവർക്കും അറിയാലോ. എന്തായാലും നമുക്ക് ഒട്ടാം ഗോപാലട്ടൻ ഇന്ന് പറഞ്ഞ ആ പുതിയ കോമഡി ഉണ്ടല്ലോ, ആ കോമഡി ഒന്ന് കേട്ടിട്ട് വന്നാലോ. മൂപ്പര് പറഞ്ഞത് കേരളത്തിലുണ്ടല്ലോ BJP ഉണ്ടല്ലോ മുസ്ലിംക്കെതിരെ ഇതുവരെ ഉണ്ടല്ലോ ഒരക്ഷരം മുണ്ടില്ലവരും. BJP ഉണ്ടല്ലോ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരും മുസ്ലിങ്ങളെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല പോലും. എന്തായാലും നമുക്ക് ഗോപാലണ്ണൻ പറഞ്ഞ ഗോപാലണ്ണൻ തന്നെ ഞെട്ടിത്തിരിച്ചു പോയ ആ കുറച്ച് കോമഡികളൊന്ന് കേട്ടിട്ട് വന്നാലോ. BJP-യുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു അക്രമം, സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് അക്രമം എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിന്റെ കാര്യം വിട്, ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. ഉണ്ടോ? ഇല്ലല്ലോ എന്നല്ല, ഉണ്ടല്ലോ ഗോപാലണ്ണ. BJP ഉണ്ടല്ല കേരളത്തിലെ മുസ്ലിംക്കെതിരെ ഉണ്ടല്ല നല്ലോണം അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ അണ്ണൻ തന്നെ മറക്കാത്ത ഒരു വലിയ അക്രമം ഉണ്ടല്ല, കാസർഗോഡ് നടന്ന ഒരു വലിയ അക്രമം ഞാൻ പറഞ്ഞുതരട്ടെ. കാസർഗോഡ് ഒരു പാവ ഉസ്താദായ റിയാസ് മൗലവി ഉണ്ടല്ല പള്ളി കയറി വെട്ടിക്കൊന്നതുണ്ടല്ല നിങ്ങളെ സംഘികള്, നിങ്ങൾ RS-കാരാണ് എന്റെ ഗോപാലണ്ണ. അതും ഒരു കാരണമില്ലാതെ ആ കൊല്ലപ്പെടുന്ന സമയത്തല്ലാതെ റിയാസ് മൗലവിയോ ആ കൊല്ലപ്പെടുത്തിയ RS-കാരുണ്ടല്ല ഇതുവരെ കണ്ടിട്ടില്ല. അതായത് നേരിൽ ഇതുവരെ കാണാത്ത യാതൊരു ബന്ധമില്ലാത്ത ഒരു പാവം മനുഷ്യനുണ്ടല്ല RS-കാർ വെട്ടിക്കൊന്നതുണ്ടല്ല മതഭ്രാന്ത് മൂലമാണ് എന്റെ ഗോപാലണ്ണ. ഇനി മലപ്പുറത്ത് അനിൽകുമാർ എന്ന കൊടിഞ്ഞി ഫൈസലിനുണ്ടല്ല മതം മാറിയതിന്റെ പേരിൽ, ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്ക് മതം മാറിയതിന്റെ പേരുണ്ടല്ല കൊലപ്പെടുത്തിയതും നിങ്ങൾ സംഘികൾ തന്നെയാണ് എന്റെ ചങ്ങയ്യെ. ഇനി ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്തുണ്ടല്ല പാലക്കാടുള്ള കരോളിന് നേരെ അക്രമം നടത്തിയിട്ടുണ്ടല്ല അതും നിങ്ങൾ സംഘികൾ തന്നെയാണ് എന്റെ ഒട്ടകം ഗോപാലണ്ണ. അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ പാസ്റ്റർമാർക്കെതിരെ സംഘപരിവാറിന്റെ അക്രമം നടന്ന ഒരുപാട് വീഡിയോ ഉണ്ടല്ല യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, ഉത്തരേന്ത്യയിലെ സംഘികൾ ന്യൂനപക്ഷത്തെ അവിടെ ആക്രമിക്കുന്നില്ലേ, അതുപോലെ കേരളത്തിലെ സംഘി ഉണ്ടല്ല ഇതുവരെ ചെയ്തിട്ടില്ല. അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ സംഘികളുണ്ടല്ലോ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ പോയിട്ടുണ്ടല്ല എടപ്പാളോട്ടെന്ന ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ പേടിയിലാണ് സംഘികളുണ്ടല്ല ഇവിടുത്തെ ന്യൂനപക്ഷത്തെ അധികം ആക്രമിക്കാൻ നിൽക്കാത്തത്. എന്തായാലും നമുക്ക് ഒട്ടകം ഗോപാലണ്ണന്റെ അടുത്ത വെളിപ്പെടുത്തൽ ഒന്ന് കേട്ടിട്ട് വന്നാലോ. അതാണ് കേരളത്തിൽ CPM ചെയ്താൽ രാഷ്ട്രീയം, കോൺഗ്രസ് ചെയ്താൽ രാഷ്ട്രീയം. സർ, കേരളത്തിൽ വർഗീയ ലഹള, കമ്മ്യൂണൽ റൈറ്റ് കേരളത്തിൽ 14 നടന്നിട്ടുണ്ട്. 14 വർഗീയ ലഹളയിൽ 7 വർഗീയ ലഹള സ്പോൺസർ ചെയ്തിരിക്കുന്നത് CPM ആണ്. 4 വർഗീയ ലഹളകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഉയ്യന്റെ ഗോപാലണ്ണ, നിങ്ങളുണ്ടല്ലോ ഈ സംഭവമൊക്കെ എവിടുന്നാണ് സംഘടിപ്പിച്ച് കൊണ്ടിരുന്നത്? ഇതുവരെ നിങ്ങൾ തന്നെ പറയാത്ത ഈ പച്ചക്കളം ഉണ്ടല്ലോ എവിടുന്ന നിങ്ങൾക്ക് കിട്ടുന്നതന്നെ ഗോപാലണ്ണ. കേരളത്തിൽ കോൺഗ്രസ് CPM ആയാലും വർഗീയ കലാപം ഉണ്ടാക്കിയത് അപ്പോഴുണ്ടല്ലോ ഈ സംഖ്യയിലുണ്ടല്ല ഈ BJP-ക്കാർ വർഗീയ കലാപം കെടുത്താൻ വേണ്ടിയിട്ടായിരിക്കുന്നത് അല്ലെ ഗോപാലണ്ണ. എന്റെ ഗോപാലകൃഷ്ണ, കേരളത്തിലുള്ള ഒരു വർഗീയ കലാപം ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും തമ്മിലെടുപ്പിക്കാൻ നോക്കുന്നത് നീയൊക്കെ കൂടി ഉണ്ടാക്കിയ വിസർജനം TV, പിന്നെ നിന്നെപ്പോൾ തന്നെ വിഷം തപ്പുന്ന കുറെ സംഘി നേതാക്കന്മാരല്ലേ അവരൊക്കെയാണെന്നുണ്ടല്ല മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്നുമല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷന് ഗുരുവായൂരിന് ഒരു ഹിന്ദു MLA വേണമെങ്കിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ കോടതി അടക്കം കണ്ടവഴി ഓടിച്ചതല്ലേ എന്റെ ഗോപാലകൃഷ്ണ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇജ്ജാതി ഡയലോഗ് അടിക്കണമെങ്കിൽ എന്തായിരിക്കും നിന്റെയൊക്കെ തൊലിക്കട്ടി. നമുക്കെന്തായാലും ഗോപാലകൃഷ്ണന്റെ അടുത്ത അപരാധം കേട്ടിട്ട് വരാം. ഞാനൊരു കാര്യം, മിണ്ടിയ മുസ്ലിം എന്ത് മുസ്ലിം? എന്റെ പൊന്നു ചൊന്നാതി, മിണ്ടിയാൽ ഈ മുസ്ലിം എന്ന് പറയുന്നതൊന്നും ശരിയല്ല. അല്ല പിന്നെ ആരാടാ പറഞ്ഞത്? നമ്മളെ ഗോപാലകൃഷ്ണേട്ടനല്ല വായ തുറന്നാല് മുസ്ലിം എന്ന് മാത്രമേ പറയുന്നത്. ആരാടാ പറഞ്ഞത്? നമ്മൾ ഈ പിഞ്ചു പൈതൽ ഗോപാലകൃഷ്ണനുണ്ടല്ല ഉറങ്ങും ഇതുവരെ ഉണ്ടല്ല മുസ്ലിം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇനി ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോഴല്ല ചിലപ്പോ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ ഉറക്കത്തിൽ ഇതിലുണ്ടല്ല മുസ്ലിം എന്ന് നമ്മളെ ഗോപാലകൃഷ്ണാട്ടൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഉണർന്നിരിക്കുമ്പോ നമ്മളെ ഗോപാലകൃഷ്ണാട്ടനുണ്ടല്ല മുസ്ലിങ്ങളെ കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും നല്ല രീതിയിൽ സംസാരിച്ച വേറൊരു നേതാവുണ്ടല്ല കേരളത്തിൽ കുറവായിരിക്കും. അതായത് നമ്മളെ ഗോപാലകൃഷ്ണാട്ടനെ പോലെ ഉണ്ടല്ല ചുരുക്ക നേതാക്കന്മാരേ ഉള്ളൂ. TG മോഹൻദാസ്, വിശകല, പിന്നെ നമ്മൾ വിസർജനം നമ്പ്യാറുണ്ടല്ല ഇവരൊക്കെ മാത്രമേ മുസ്ലിങ്ങളെ കുറിച്ചിട്ടുള്ള ഇത്രയും മനോഹരമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മുസ്ലിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടുനടക്കുന്ന നമ്മളെ ഗോപാലകൃഷ്ണനെ പോലത്തെ ടീമിനെ കുറിച്ചിട്ടുള്ള മോശം കാര്യം ആരും പറയാൻ പാടില്ലട്ടാ. എന്റെ ഗോപാലകൃഷ്ണ അണ്ണ, നിങ്ങളുണ്ടല്ലോ 1 മണിക്കൂർ സംസാരിക്കുമ്പോഴല്ല ആ 1 മണിക്കൂറിലുണ്ടല്ല 10 വട്ടമെങ്കിലും മുസ്ലിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ടല്ല പച്ച വർഗീയത പറയൂ. അത് മുസ്ലിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിഷയത്തിൽ സംസാരിക്കുമ്പോഴല്ല നിങ്ങളെ വായിന്നുണ്ടല്ല മുസ്ലിങ്ങളെ കുറിച്ച് പച്ചക്കള്ളം വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഉളുപ്പില്ലാതെ വന്നിട്ട് പറയുന്നു ഞാനുണ്ടല്ല മുസ്ലിം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന്. നമുക്കിനി ഒട്ടകം ഗോപാലന്റെ അടുത്ത തള്ളു കേട്ടിട്ട് വരാം. കഴിഞ്ഞ ദിവസം PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസംഗം കൊച്ചിയിൽ താങ്കളുടെ വാക്കുകൾ ഞാൻ കേട്ടിരുന്നു. അതായത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുതുക്കാനും അതിനെ അന്താരാഷ്ട്രവൽക്കരിക്കാനുമാണ് ഈ സംവിധാനം കൊണ്ടുവരുന്നത്. അതൊരു തെറ്റായ കാര്യമല്ല. പക്ഷേ ഇത് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ടോ? PM ശ്രീ പദ്ധതിയെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ PM ശ്രീ പദ്ധതിയെ പറ്റി ഞാൻ പറയാം. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്
PM ശ്രീ പദ്ധതിയിൽ ചേരുന്നതോടുകൂടി ആ കുട്ടിക്കും ആ പദ്ധതിയിൽ ചേരുന്ന സ്കൂളിനും ആ സ്കൂളിലെ കുട്ടിക്കും കിട്ടാവുന്ന പരിരക്ഷ ബാക്കിയുള്ള സ്ഥലത്ത് കിട്ടില്ല. PM ശ്രീ പദ്ധതി കരിക്കുലത്തെ ചിന്തിക്കുന്നതേയില്ല. നിങ്ങൾ PM ശ്രീ പദ്ധതി ഉണ്ടല്ല, കരിക്കുലത്തെ മാത്രമല്ല, ഒരു കൊലയും ഒരു ഒലക്കുണ്ടല്ല, ഒരു ഒലക്കയെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്റെ ഗോപാലകണ്ണ. അതായത് വിദ്യാർത്ഥികളെ കുറിച്ചോ വിദ്യാലയങ്ങളെ കുറിച്ചോ ഉണ്ടല്ലോ നിങ്ങൾ സംഖ്യയിലുണ്ടല്ലോ, നിങ്ങൾ BJP-ക്കാരുണ്ടല്ല, ഒരു ചിന്തയും ചിന്തിക്കുന്നില്ല. ഈ PM ശ്രീയെ കുറിച്ച് ഘോരഘോരം വാദിക്കുന്ന ഈ BJP-ക്കാരുണ്ടല്ല, ഇവര് ഭരിക്കുന്ന UP, ബീഹാർ, രാജസ്ഥാൻ അതുപോലത്തെ സ്ഥലങ്ങളുണ്ടല്ല, അവിടുത്തെ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന ഭക്ഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാത്രം കഴുകിയ പോലത്തെ കറികളും എന്തിനും മൃഗങ്ങളുണ്ടല്ല, മൃഗങ്ങൾ കണ്ടാൽ പോലും അറക്കുന്ന ഭക്ഷണം ഉണ്ടല്ല, ആ ഭക്ഷണമാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇവർ കൊടുക്കുന്നത്. എന്തിന് ഇന്നലെ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിനെ, അതിനകത്തുണ്ടല്ല ചളിവെള്ളമാണ് രാജസ്ഥാനിലെ വിദ്യാർത്ഥികൾക്കിട്ടല്ല കുടിക്കാൻ കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടല്ല, അവരിവരുണ്ടല്ല മർദ്ദിക്കും, അവർക്കെതിരെ കേസെടുക്കും. അങ്ങനെയുള്ള ടീമാണ് PM ശ്രീ വന്നെങ്കിൽ വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും എന്തോ ഉണ്ട കിട്ടുന്ന ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്. ഇതൊക്കെ പോട്ടെ, ഈ അടുത്ത കാലത്തായിട്ട് ഉത്തരേന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല എത്ര ആയിരക്കണക്കിന് വിദ്യാലയങ്ങളാണ് കൂട്ടിപ്പോയിട്ടുള്ളത്. അങ്ങനത്തെ ടീമാണ് ഇപ്പൊ വന്നിട്ട് PM ശ്രീയെ കുറിച്ചും വിദ്യാലയങ്ങളെ കുറിച്ചും വിദ്യാർത്ഥികളെ കുറിച്ചും കണ്ടില്ല ഭയങ്കര സ്നേഹത്തോടെ ഘോരം സംസാരിക്കുന്നത്. നമുക്കിനി ഒട്ടാം ഗോപാലാണ് അവസാനത്തെ ഒരു ചെറിയ തള്ളും കൂടിയിട്ട് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിനു മുമ്പ് 5 വർഷം വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നു. ആ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലം മാറ്റാൻ ശ്രമം നടത്തി. അതിന് സാഫ്രണൈസേഷൻ എന്ന് പറഞ്ഞിട്ടാണ് എതിർത്തത്. എന്താ ഞങ്ങൾ മാറ്റാൻ തീരുമാനിച്ചത് അറിയോ? താങ്കൾക്കറിയോ? ഞങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞത് ഭാരതത്തിന്റെ ചരിത്രമാണ്. എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ ചരിത്രം മാറ്റണമെന്ന് ഞങ്ങൾ പറയാൻ കാരണം? അത് ഭാരതത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടല്ലോ, നിങ്ങൾ BJP-ക്കാർക്കുണ്ടല്ലോ ഒരു പങ്കുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുണ്ടല്ലോ ആ ചരിത്രം മാറ്റണം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലോ ഇന്ത്യയുടെ പുനർനിർമ്മാണം ഉണ്ടല്ല, ഇതിലൊന്നും ഉണ്ടല്ല സംഖ്യക്ക് യാതൊരു പങ്കുമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അങ്ങനെയുള്ള സത്യമായ ചരിത്രം ഉണ്ടല്ലോ, ആ ചരിത്രം മാറ്റിട്ട് നിങ്ങൾ BJP-ക്കാർക്കുണ്ടല്ല എന്തൊക്കെയോ പങ്കിടുന്നുള്ള രീതിയിലുള്ള പച്ചക്കള്ളത്തിന്റെ ചരിത്രം ഉണ്ടല്ല കുത്തിക്കയറ്റണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ ഇങ്ങനത്തെ പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ഉണ്ടല്ലോ അത് കൊണ്ടുവരാൻ നോക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളുണ്ടല്ലോ പച്ചക്കള്ളത്തിന്റെ ചരിത്രം ഉണ്ടല്ല അത് നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് യഥാർത്ഥ ചരിത്ര പുരുഷന്മാരെ കുറിച്ചുള്ള പാഠ്യഭാഗങ്ങളുണ്ടല്ല, ആ പാഠ്യഭാഗങ്ങൾ നിങ്ങൾ നീക്കിയിട്ടുണ്ടല്ല. നിങ്ങളെ സംഖ്യയുടെ ചരിത്ര പുരുഷന്മാരാക്കുന്ന ഒരുപാട് പച്ചക്കള്ളത്തിന്റെ പാഠ്യഭാഗങ്ങൾ നിങ്ങൾ കൂട്ടിക്കെട്ടാൻ തുടങ്ങി. പക്ഷെ ഗോപാലകൃഷ്ണൻ, നിങ്ങൾ കണ്ട വിദ്യാഭ്യാസം ഇല്ലാത്ത സംഖ്യകളെ പോലത്തെ യുവതലമുറ ഉണ്ടല്ല, അത് മാത്രമല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യയുടെ സത്യമായ ചരിത്രം അറിയുന്ന വിദ്യാഭ്യാസം ഇവരുള്ള ഒരുപാട് യുവതലമുറ ഉണ്ടല്ല ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. ആ യുവതലമുറയെ, ആ ജെൻസിയുണ്ടല്ല നിങ്ങൾ സംഖ്യക്കണ്ടല്ല വല്ലാത്ത ഭയാണ്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഭയക്കുന്ന ആ ജെൻസി ഉണ്ടല്ല, ആ ജെൻസി തന്നെ നിങ്ങൾ ഉണ്ടല്ല വൈകാതെ ഉണ്ടല്ല താഴെ ഇറക്കിക്കോളൂ. നിങ്ങൾ കേട്ടല്ലോ, ഇതൊക്കെയാണ് നമ്മളെ ഗോപാലകൃഷ്ണ അണ്ണന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ. അപ്പോഴെന്തായാലും നാണവും മാനവും ഉളുപ്പില്ലാതെ വീണ്ടും വന്ന് പച്ചക്കള്ളം പറഞ്ഞ നമ്മളെ ഗോപാലകൃഷ്ണ അണ്ണനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ.